ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ എൻ്റെ ചാനലിലേക്ക് പുതിയൊരു വീഡിയോ എത്തുകയാണ്. 4 വർഷം മുമ്പ് എൻ്റെ ചാനൽ നഷ്ടപ്പെട്ടതാണ്. വീണ്ടും യൂട്യൂബ് തിരിച്ചു തന്നിരിക്കുകയാണ്. അപ്പോൾ ഇത്ര നാൾ ഞാൻ ചെയ്തത് നിങ്ങൾക്കറിയാം, ഞാൻ ഫാമുമായി ബന്ധപ്പെട്ടാണ്. പക്ഷേ അത് അങ്ങനെയല്ല. ഇതൊരു പുതിയ എൻ്റെ യാത്രകളും കാഴ്ചകളും കാര്യങ്ങളുമാണ്. അതിന് ഞാനിവിടെ എത്തിയിരിക്കുന്നത് തമിഴ്നാട്ടിൽ തിരുനെൽവേലി ജില്ലയിൽ രാധാപുരം താലൂക്കിലാണ്. അവിടെ ആറ്റിങ്കര പള്ളിവാസലിലാണ് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത്. കുറേ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു ഈ ആറ്റിങ്കര പള്ളിയിലേക്ക് വരണമെന്നുള്ളത്. അപ്പോൾ ഈ ഒരു പള്ളിയിൽ ഇരുന്നപ്പോഴാണ് വന്ന് കണ്ടതിന് ശേഷം തിരിച്ച് വീട്ടിലെത്തിയപ്പോഴാണ് എൻ്റെ ഈ ചാനൽ എനിക്ക് തിരിച്ച് കിട്ടിയതായിട്ട് എനിക്ക് കാണാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വീഡിയോ തന്നെ എൻ്റെ ചാനലിൽ ഞാൻ ആദ്യമായിട്ട് ഇടുകയും കൂടെ ചെയ്യുന്നത്. ഒരു തീർത്ഥാടന കേന്ദ്രമായ ആറ്റിങ്കര പള്ളിവാസൽ മതപ്രബോധനത്തിനായി ഇവിടെ അറേബ്യയിൽ നിന്നും വന്ന സെയ്ദ് അലി ഫാത്തിമയുടെയും ഹസ്രത്ത് ഷെയ്ഖ് മുഹമ്മദ് അലിയുടെയും ജീവിത പാതയിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം. 5 നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് ഇവിടെ മതപ്രബോധനത്തിനായി എത്തുന്നത്. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ സന്ദർശിച്ച ശേഷം ഒരു കപ്പലിൽ തെക്കോട്ട് സഞ്ചരിക്കുകയും ആ കപ്പൽ കൊടുങ്കാറ്റിൽ പെടുകയും അതേ തുടർന്ന് ആ കപ്പൽ തിരുനെൽവേലി ജില്ലയ്ക്കടുത്തുള്ള ഒരു നാട്ടിൽ എത്തിച്ചേരുകയും ചെയ്യുന്നു. ശേഷം മതപണ്ഡിതന്മാർ അവിടെ താമസിച്ചുകൊണ്ട് മതപ്രബോധനം നടത്തി വന്നു. ജാതിമത ഭേദമന്യേ മുഴുവൻ ആളുകളെയും സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്തു പോന്നു. അങ്ങനെ തിരുനെൽവേലിക്കാർക്കും അവരോട് ഒത്തിരി ഇഷ്ടവും അടുപ്പവും ഉണ്ടായി. അങ്ങനെയിരിക്കെ ഒരു ദിവസം സെയ്ദ് അലി ഫാത്തിമ അടുത്തുള്ള നദിയിൽ നിന്നും വെള്ളമെടുത്ത് തിരിച്ചു വന്നപ്പോൾ കണ്ടത് ഭർത്താവായ ഹസ്രത്ത് ഷെയ്ഖ് മുഹമ്മദ് അലി പാമ്പ് കടിയേറ്റ് മരിച്ചു കിടക്കുന്നതാണ്. തുടർന്ന് ഹസ്രത്ത് ഷെയ്ഖ് മുഹമ്മദ് അലിയുടെ മൃതദേഹം ഒരു നദിക്കരയിൽ അടക്കം ചെയ്തു. അതിനുശേഷം ഫാത്തിമ ബീവി അവിടെ തുടരുകയും ആത്മീയ പ്രവർത്തനം ഏറ്റെടുക്കുകയും ചെയ്തു. ദമ്പതികൾക്കൊപ്പമുണ്ടായിരുന്ന മുസ്ലിങ്ങൾ ഫാത്തിമ ബീവിക്ക് എല്ലാ പിന്തുണയും സഹായവും ചെയ്തു കൊടുത്തു. താമസിക്കാതെ അവരുടെ അത്ഭുത സേവനങ്ങളെക്കുറിച്ചുള്ള സന്ദേശങ്ങൾ അടുത്തുള്ള ഗ്രാമങ്ങളിലേക്ക് എത്തി. ഏതാനും വർഷങ്ങൾക്ക് ശേഷം ഭർത്താവ് മരണപ്പെട്ട അതേ ദിവസം ഫാത്തിമ ബീവിയും പാമ്പ് കടിയേറ്റ് മരണപ്പെടുകയും തുടർന്ന് അവരെ ഭർത്താവിൻ്റെ കല്ലറയ്ക്ക് സമീപം തന്നെ അടക്കുകയും ചെയ്യുകയും ചെയ്തു. അന്ന് രാത്രി ഏതാനും വിശ്വാസികളുടെ സ്വപ്നങ്ങളിൽ പ്രത്യക്ഷപ്പെടുകയും ഇരുവരുടെയും ഖബർസ്ഥാനം ചുറ്റുമതിൽ കെട്ടി ഉയർത്താനും അതിനോട് ചേർന്ന് പള്ളി പണിയാനും ഖബർസ്ഥാനങ്ങൾക്ക് മുകളിൽ മേൽക്കൂര പണിയരുതെന്നും ആവശ്യപ്പെട്ടു എന്നാണ് ഐതിഹ്യം. ഇവിടുത്തെ വഴിപാടുകളെക്കുറിച്ച് ചോദിച്ചറിഞ്ഞ് ഞാനും ഇവിടുന്ന് പൂമാലയും അതുപോലെ തന്നെ എണ്ണയും നമ്മുടെ സാമ്പ്രാണിത്തിരിയും മേടിച്ചു. എല്ലാം ഈ 2 വെച്ചാണ് നമ്മൾ ഇവിടുന്ന് മേടിക്കുന്നത്. കാരണം നമ്മുടെ ആഗ്രഹങ്ങൾ എന്താണെന്ന് പറഞ്ഞ് ആ 2 ഖബർസ്ഥാനത്തും നമ്മൾ അത് കൊണ്ട് ഇടണം. പള്ളിക്ക് അകത്ത് നമുക്ക് വീഡിയോ അലൗഡല്ല. അതുകൊണ്ട് തന്നെ അവിടുത്തെ വീഡിയോസും മറ്റു കാര്യങ്ങളൊന്നും ഞാൻ എടുത്തില്ല. നേരത്തെയൊക്കെ നമുക്ക് ഒത്തിരി വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കുന്ന വീഡിയോസ് നമുക്ക് യൂട്യൂബിൽ കാണാൻ പറ്റും. പിന്നെ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഫുഡിന് വേണ്ടി ഇവിടെ നമ്മൾ ക്യൂ നിൽക്കുകയാണ്. പെണ്ണുങ്ങൾ അപ്പുറത്തെ വശത്തും ആണുങ്ങൾ ഇപ്പുറത്തെ സൈഡിലുമാണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ സ്വന്തമായിട്ട് പ്ലേറ്റ് കൊണ്ടുപോകണം. നമ്മൾ പ്ലേറ്റ് നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിൽ തൊട്ട് മുമ്പിൽ നമ്മൾ ആദ്യം കണ്ട ആ സ്ഥലത്തെ കടയിൽ പ്ലേറ്റുകൾ 4 രൂപ കൊടുത്താൽ പ്ലേറ്റ് കിട്ടും. നമുക്ക് 3 നേരം ഇവിടുത്തെ ആഹാരം എന്ന് പറയുന്നത് ബിരിയാണി ആയിരിക്കും. പിന്നെ ഇത് കൂടാതെ നമുക്കിവിടെ നേർച്ചയായിട്ട് ഇവിടെ ആളുകൾ പാലും വെള്ളം കൊടുക്കുന്നുണ്ട്. പാലും വെള്ളം നേർച്ചയായിട്ട് ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ പാലും വെള്ളം കിട്ടും. അതുപോലെ തന്നെ പാലും വെള്ളം പോലെ തന്നെയാണ് നമുക്കിവിടെ പഴം ഇവിടെ കൊലയായിട്ട് കൊണ്ടുവന്നിട്ട് നേർച്ചയായിട്ട് ഓരോന്ന് പ്രാർത്ഥിച്ച് അതിന് ഫലം കിട്ടിയതിനും ഓരോ നേർച്ചകൾ നേരുന്നതായിട്ടും ഈ കൊലകൾ ഇവിടെ ഇഷ്ടംപോലെ ഉണ്ട്. നമ്മൾ വൈകിട്ട് വരെ ഇരിക്കുമ്പം തന്നെ നമുക്ക് ഒത്തിരി പേര് ഇങ്ങനെ നമ്മളിവിടെ ഇരുന്നാൽ മതി. നമ്മൾ റെസ്റ്റ് ചെയ്യുന്ന സ്ഥലമാണ് ഈ സൈഡിൽ. അപ്പോൾ അവിടെ നമുക്ക് കൊണ്ടുതരും. അപ്പം രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും 3 നേരമുള്ള ആഹാരവും പിന്നെ അതിൻ്റെ ഇടയ്ക്കുള്ള ഓരോ പഴവും പാലും ഉള്ള നേർച്ചയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിവിടെ ഒരു കുറവും ഇല്ലാതെ നമുക്കിവിടെ നിൽക്കാൻ കഴിയും. അപ്പോൾ നമ്മളിനി ഇപ്പോൾ പറയാൻ വേണ്ടി പോകുന്നത് ഞാൻ എങ്ങനെ നമ്മൾ ഈ ആറ്റിങ്കര പള്ളി വാസലിലേക്ക് വരുന്നു എന്നുള്ളതാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം തമ്പാനൂർ KSRTC സ്റ്റാൻഡിലാണ്. അപ്പോൾ ഈ വണ്ടിയിലാണ്, നമ്മുടെ തമിഴ്നാട് ബസ്സിലാണ് ഞാനിപ്പോൾ നാഗർകോവിലേക്ക് പോകുന്നത്. നമുക്ക് തിരുവനന്തപുരത്തു നിന്നുള്ള ട്രെയിൻ എന്ന് പറയുന്നത് രാവിലെ 6:50 ഉള്ളൂ. അപ്പോൾ അതിന് മുമ്പേ ഞാൻ പോകാൻ വേണ്ടിയാണ്.
അപ്പോൾ 76 രൂപയാണ് തിരുവനന്തപുരത്ത് നിന്നും നാഗർകോവിൽ. ഇപ്പോൾ ഞാൻ നാഗർകോവിൽ സ്റ്റാൻഡിലാണ് നിൽക്കുന്നത്. ഇവിടം വരെ എത്തിയത് 76 രൂപയാണ് ടിക്കറ്റ് തിരുവനന്തപുരത്ത് നിന്നും. അപ്പോൾ നമുക്ക് ബസ്സാണ് കുറച്ചുകൂടെ മുമ്പേ വരാൻ പറ്റുന്നത്. ട്രെയിനിന് നോക്കിയെന്നാൽ 6:50 നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് ട്രെയിൻ എടുക്കത്തുള്ളൂ. അതൊരു 8:45 കൂടി നാഗർകോവിലെത്തും. അതിന് മുമ്പേ നമുക്ക് ബസ്സിന് വരുവാണെങ്കിൽ നേരത്തെ ഇവിടെ വന്ന് നിൽക്കാം. ഇപ്പം നമ്മൾ ഈ കാണുന്നുണ്ട്, ഇപ്പോൾ നമ്മൾ ഈ കാണുന്നിടത്താണ് നമുക്ക് പോകാനുള്ള ബസ്. 575 അതിൻ്റെ നമ്പർ വരുന്നത്. അപ്പോൾ നമ്മൾ നമ്പർ കണ്ടുകൊണ്ട് മാത്രം അല്ലാണ്ട് ഈ ഒരു ടീ ഷോപ്പ് ഉണ്ട് ഇവിടെ, അതിന് നേരെ മുമ്പിൽ തന്നെയാണ് വരുന്നത്. ഇവിടെ തന്നെയാണ് ബസ് വരിക. അപ്പോൾ ആ ബസ് വന്നാലും നമുക്ക് അത് ഒന്നുകൂടെ ചോദിച്ചിട്ട്, ആ നമ്പർ ആണെങ്കിൽ പോലും അതിൻ്റെ ഒന്നുകൂടെ ചോദിച്ചിട്ട് വേണം നമുക്ക് കയറാൻ. അപ്പോൾ ഒരു 3/4 മണിക്കൂർ ഇടവിട്ട് ആറ്റിങ്കര ഭാഗത്തേക്ക് പോകാനുള്ള ബസ്സുണ്ട്. അപ്പോൾ ഞാൻ ആ ബസ്സിൽ കയറി. 45 രൂപയാണ് നാഗർകോവിൽ നിന്നും ആറ്റിങ്കര പള്ളിയിലേക്ക് 45 രൂപയാണ് നമുക്ക് വരുന്നത്. ഏകദേശം 1.5 മണിക്കൂർ യാത്രയുണ്ട്. തമ്പാനൂരിൽ നിന്ന് നാഗർകോവിൽ വരെ 2 മണിക്കൂറും ഇവിടുന്ന് നമുക്ക് 1.5 മണിക്കൂർ, 3.5 മണിക്കൂർ നമുക്ക് യാത്രയുണ്ട്. ഇനിയിപ്പോൾ ട്രെയിനിൻ്റെ കാര്യത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ നമുക്ക് രാവിലെ 6:50 തിരുവനന്തപുരത്തു നിന്ന് നമുക്കൊരു നോർത്തുനിന്ന്, അതായത് തിരുവനന്തപുരം നോർത്തുനിന്ന് നാഗർകോവിലോട്ട് ഒരു പാസഞ്ചർ ഉണ്ട്. അതിന് ടിക്കറ്റ് വരുന്നത് 25 രൂപയേ ഉള്ളൂ. അതുപോലെ അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് 9 മണിക്കാണ്. 9 മണിക്ക് ഒരു കന്യാകുമാരി എക്സ്പ്രസ് വരുന്നുണ്ട്, 45 രൂപയാണ്. അത് കഴിഞ്ഞാൽ 9:20 ഉണ്ട് പുനലൂരിൽ നിന്ന് വരുന്ന ഒരു കന്യാകുമാരി വണ്ടിയുണ്ട്. അപ്പോൾ അതിനും ഈ പറയുന്ന 25 രൂപയുള്ളൂ ടിക്കറ്റ്. പിന്നെ 11:50 അടുത്ത പിന്നെ ട്രെയിൻ വരുന്നത്. അത് കന്യാകുമാരി എക്സ്പ്രസ്, അതിന് 45 രൂപയാണ് ടിക്കറ്റ്. പിന്നെ ഏറ്റവും ഒരു ഉച്ച കഴിയുമ്പോൾ എന്ന് പറയുന്നത് 1:50 വരുന്ന ഒരു മെമ്മു ഉണ്ട്, കൊല്ലം മെമ്മു. അതിന് 20 രൂപയേ ഉള്ളൂ നമുക്ക് ടിക്കറ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് ഒത്തിരി നേരത്തെ ചെല്ലുന്നതായിരിക്കും അത്രയും നല്ലത്. നമ്മൾ ഇവിടെയൊക്കെ വരുമ്പോൾ നമുക്ക് എന്താണ്, ഒരു ദിവസം ശരിക്കും പറഞ്ഞാൽ ഈ ആറ്റിങ്ങര പള്ളിയിൽ വന്നു കഴിഞ്ഞാൽ ഒരു ദിവസം അവിടെ തങ്ങി ആ മണ്ണിൽ കിടന്നിട്ട് വേണം പോകാം എന്നുള്ളതാണ്. നമുക്ക് പള്ളിയിൽ തന്നെ താമസിക്കാം. പള്ളിയുടെ മുമ്പിൽ തന്നെ വരാന്തകൾ, ഇഷ്ടംപോലെ വരാന്തയുണ്ട്. അവിടെ തന്നെയാണ് മിക്ക ആൾക്കാരും കിടക്കുന്നത്. അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ പ്രൈവസിയും കാര്യങ്ങളും വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ലോഡ്ജുകൾ ഈ പള്ളിയുടെ മുമ്പിൽ തന്നെയുണ്ട്. നല്ല ലോഡ്ജും കാര്യങ്ങളാണ്. ഫാമിലി ആയിട്ട് മാത്രമേ ഇവർ കൊടുക്കത്തുള്ളൂ. ഇവിടെ സിംഗിളായിട്ടൊന്നും കൊടുക്കത്തില്ല. ഞാൻ അവിടെയൊക്കെ തിരക്കിയപ്പോൾ ഫാമിലി ആയിട്ട് മാത്രമേ കൊടുത്തുള്ളൂ. ഇതും ഒരു ലോഡ്ജാണ്. ഈ ലോഡ്ജിലും ഇവിടെ ഫാമിലി ആയിട്ട് മാത്രം വരുന്നവർക്ക് മാത്രമാണ് ഇവർ കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ ഒരു 800 രൂപ, 600 രൂപ, അതുപോലെ 1100 രൂപയൊക്കെയാണ് ഇവിടുത്തെ റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ ചോദിച്ചപ്പോൾ ഇവിടെ സിംഗിളായിട്ട് കൊടുക്കും, തിരക്കില്ലെങ്കിൽ സിംഗിളായിട്ടൊക്കെ ചോദിച്ചാലും കൊടുക്കുമെന്ന് പറയുന്നു. കൂടുതൽ അവരെ മുൻഗണന കൊടുക്കുന്നത് ഫാമിലിക്കാണ്. ഈ കാണുന്ന KSRTC ബസ് ഹരിപ്പാടിൽ നിന്നും രാവിലെ 5:20 എടുക്കുന്ന ബസ്സാണ്. നമ്മുടെ ഒരു 12:15 നമുക്ക് ഇവിടെ ആറ്റിങ്കര പള്ളിയിലേക്ക് എത്തിച്ചേരും. നമുക്ക് തിരിച്ച് 3:10 ആകുമ്പോൾ ഇത് ഇവിടുന്ന് എടുക്കും. അപ്പോൾ നമുക്ക് റിസർവേഷൻ നമ്മൾ ചെയ്തിട്ടില്ല എങ്കിൽ നമുക്ക് ഈ കാണുന്ന ഈ പള്ളിയുടെ മുമ്പിൽ തന്നെ കാണുന്ന ഈ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ അവർ നമുക്ക് ടിക്കറ്റ് എടുത്തു തരും. നമുക്കിനി റിസർവേഷൻ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അവരവിടുന്ന് എടുത്തു തരും. ഒരു 35 രൂപ കൂടുതൽ വരും. അപ്പോൾ 135 രൂപയാണ് ടിക്കറ്റ് വരുന്നത്. അവർ ചെയ്യുവാണെങ്കിൽ 170 രൂപയാവും. അപ്പോൾ ഈ വണ്ടി നമുക്ക് തിരിച്ച് തിരുവനന്തപുരത്തിനോ അല്ലെങ്കിൽ കൊല്ലത്തിനോ ഒക്കെ പോകാം.